ഇരപിടിയൻ പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് കഴുകന്മാർ എന്ന് നമുക്കറിയാം. ഭൂമിയിൽ അനേക മേഖലകളിലുള്ള ഈ പക്ഷികൾ പൊതുവെ ചത്ത മൃഗങ്ങളെ ഭക്ഷിക്കുന്നവയാണ്. ഇതുവഴി പരിസ്ഥിതിയുടെ ശുദ്ധീകരണം കൂടി കഴുകന്മാർ നടത്തുന്നു. ലോകത്തിലെ കഴുകന്മാരെ 2 വിഭാഗമായി തിരിച്ചിരിക്കുന്നു. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്നവയെ ഓൾഡ് വേൾഡ് എന്നും അമേരിക്കൻ വൻകരകളിൽ സാധാരണ കാണുന്നവയെ ന്യൂ വേൾഡ് എന്നും പറയുന്നു. ഈ 2 വിഭാഗങ്ങളും സ്വതന്ത്രമായി വികസിച്ചു വന്നതാണ്. അതിനാൽ തന്നെ ഇവ തമ്മിൽ ബന്ധമൊന്നുമില്ല. സാധാരണയായി ഈ പക്ഷികൾക്ക് വലിയ ചിറകുവിരിയും തൂവലില്ലാത്ത കഷണ്ടി തലയും കഴുത്തുമാണുള്ളത്. ചിറകടിക്കാതെ വായുമണ്ഡലത്തിന്റെ ചലനം ഉപയോഗിച്ച് മേലേക്കുയർന്ന തരം പറക്കലിൽ അതീവ വിദഗ്ധരാണ് കഴുകന്മാർ. ഇന്ത്യൻ കഴുകൻ, ഗ്രിഫോൺ കഴുകൻ തുടങ്ങിയവയാണ് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് മേഖലകളിൽ കാണപ്പെടുന്നത്. ബ്ലാക്ക് വൾച്ചർ, ആൻഡിയൻ കോണ്ടോർ തുടങ്ങിയവ അമേരിക്കയിലും കാണപ്പെടുന്നു. 1973 ഒരു റുപ്പൽ കഴുകൻ തറനിരപ്പിൽ നിന്ന് 11.3 കിലോമീറ്റർ പൊക്കത്തിൽ പോകുകയായിരുന്ന ഒരു വിമാനത്തിൽ വന്നിടിച്ചത് വലിയ വാർത്തകളായിരുന്നു. ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റിന് മുകളിലായിരുന്നു ഈ സംഭവം. വിമാനത്തിന്റെ എഞ്ചിനുകളിലൊന്ന് തകരാറിലായെങ്കിലും ഇത് ലാൻഡ് ചെയ്തു. ആഫ്രിക്കയിലെ സഹേൽ മേഖലയിലാണ് ഇത്തരം കഴുകന്മാർ അധിവസിക്കുന്നത്. സിംബാബ്വെ, സെനഗൽ, ഇത്യോപ്യ എന്നീ രാജ്യങ്ങളിൽ ഇവയെ കാണാം. സ്പെയിനിലെ മെഡിറ്ററേനിയൻ മേഖലയിലും ഇവ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളായാണ് റുപ്പൽസ് കഴുകന്മാർ കണക്കാക്കപ്പെടുന്നത്. താമസ സ്ഥലത്തിന്റെ നശീകരണം, വേട്ട തുടങ്ങിയവ ഈ കഴുകന്മാരെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. കിഴക്കൻ ആഫ്രിക്കയിൽ ഉപയോഗിക്കപ്പെടുന്ന കാർബോഫുറാൻ എന്ന കളനാശിനിയും ഇവയുടെ ആരോഗ്യത്തെ പ്രതികൂലമായാണ് ബാധിക്കുന്നത്.